പ്രിയ സുഹൃത്തുക്കളെ, ട്രോജൻ ഹോഴ്സ്, ട്രോജൻ കുതിര എല്ലാവരും കേട്ടുണ്ടാകാനിടയുണ്ട്. ഹോമറിന്റെ ഇലിയഡ് എന്ന കവിതയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് ട്രോജൻ ഹോഴ്സ്, ട്രോജൻ കുതിര. ഇത് ഗ്രീക്കുകാരും ട്രോയ് നഗരത്തിലെ ആളുകളും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥയാണ്. ആ യുദ്ധം 10 കൊല്ലം നീണ്ടുനിന്ന യുദ്ധമാണ്. യുദ്ധത്തിന് കാരണം ട്രോയിലെ രാജകുമാരൻ സ്പാർത്തയിലെ ഗ്രീക്ക് രാജ്ഞി ഹെലനെ തട്ടിയെടുത്തു എന്നതിലാണ്. അങ്ങനെ തുടങ്ങിയ യുദ്ധം 10 കൊല്ലം യുദ്ധം നടത്തിയിട്ടും ഗ്രീക്കുകാർക്ക് ആ പട്ടാളത്തിന് ഒരിക്കലും ട്രോയ് നഗരത്തിന്റെ അകത്ത് കിടക്കാൻ കഴിഞ്ഞില്ല. 10 കൊല്ലം യുദ്ധം വെട്ടിയിട്ടും അതിന്റെ കോട്ടകൾ ഭേദിക്കാനോ അതിന്റെ മതിലുകൾ തകർക്കാനോ കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കാനോ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വളരെ വിദഗ്ധമായ ഒരു തട്ടിപ്പ് നടത്തുന്നതിന്റെ കടയാണ് ട്രോജൻ ഹോഴ്സ്. ഒരു ഡിസീറ്റ്, തട്ടിപ്പ് നടത്തിയാണ് അവർ കോട്ടയിലേക്ക് പ്രവേശിക്കുന്നത്. ആ തട്ടിപ്പിന്റെയും വഞ്ചനയുടെയും യുദ്ധത്തിൽ നടന്ന ഭീകരമായ വഞ്ചനയുടെ കഥയാണ് ട്രോജൻ ഹോഴ്സ്. ഈ ഗ്രീക്ക് പട്ടാളത്തിലെ ആളുകൾ, ആശാരിമാർ, അതിനകത്തുള്ള പണിക്കാർ ഉണ്ടാക്കിയ ഒരു മരക്കുതിരയാണ് ട്രോജൻ ഹോഴ്സ്. അതിന് 40 അടി നീളവും 20 അടി വീതിയും ഉണ്ടായിരുന്നു. ഭീമാകാരമായ ഒരു കുതിരയാണ് അവരുണ്ടാക്കിയത്. ആ കുതിരയ്ക്കകത്ത് 30 ആളുകൾക്ക് ഇരിക്കാമായിരുന്നു. അത്ര ഭീമാകാരമായ കുതിരയാണ് ഉണ്ടാക്കിയത്. ആ കുതിര ഉണ്ടാക്കിയിട്ട് ഒരു തട്ടിപ്പാണ് അവർ ആസൂത്രണം ചെയ്തത്. ആ തട്ടിപ്പിന്റെ ആസൂത്രകനായിരുന്നത് ഒഡീസി എന്നറിയപ്പെടുന്ന കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന കഥയാണ് ഹോമർ എഴുതിയ 2ാമത്തെ മഹാകാവ്യമായ ഒഡീസി അല്ലെങ്കിൽ യുളീസിസ് എന്ന് പറയുന്ന കവിത. അതിനകത്ത് ആ തട്ടിപ്പിന്റെ ആസൂത്രകനാണ് അയാളാണ് യുളീസിസ് ഈ കുതിര ഉണ്ടാക്കിക്കൊണ്ട് നഗരത്തിന് പുറത്ത് മരക്കുതിര ഉണ്ടാക്കിക്കൊണ്ട് പട്ടാളക്കാർ മുഴുവനും ഗ്രീക്ക് യുദ്ധക്കപ്പലുകളെല്ലാം ഒരു ദിവസം തിരിച്ചു പോവുകയാണ്. ഗ്രീസിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരാള് അവിടെ സിനോൺ എന്ന പേരുള്ള ഒരു ഗ്രീക്കുകാരൻ ഈ ട്രോയ് പട്ടണത്തിന്റെ പ്രാന്തത്തിലുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഞാൻ പട്ടാളം ഉപേക്ഷിച്ച് ഞാൻ ഓടിപ്പോന്നവനാണ് എന്നാണ് അയാൾ പറഞ്ഞത്. ശരിയോ തെറ്റോ ഒന്നും ആരും അന്വേഷിച്ചില്ല. അവർ പറഞ്ഞു, ഗ്രീക്കുകാര് യുദ്ധം ഉപേക്ഷിച്ച് യുദ്ധത്തിൽ പരാജയപ്പെട്ട് അവർ തിരിച്ചുപോയി. നോക്കിക്കഴിയുമ്പോൾ ഈ ട്രോജൻ യുദ്ധവീരന്മാർ ആളുകൾ നോക്കിയപ്പോൾ എല്ലാ പടക്കപ്പലുകളും തിരിച്ചു പോവുകയാണ്. അവരെല്ലാവരും ഈ ട്രോജൻ തീരം വിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവൻ പറയുന്നത് ശരിയാണെന്ന് അവർക്ക് വിശ്വസിച്ചു. അവൻ പറഞ്ഞു, ഈ ട്രോജൻ ഹോഴ്സ് ഉണ്ടാക്കിയത് അത്തേന ദേവിക്ക് ഒരു കാഴ്ചയായിട്ടാണ്, നേർച്ചയായിട്ടാണ്, ഒരു സമർപ്പണമായിട്ടാണ്. നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ഇത് വലിച്ച് നിങ്ങൾ ആ ദേവിയുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി പട്ടണത്തിനകത്തേക്ക് പ്രവേശിച്ച് ഇതിനെ വലിച്ചു കൊണ്ടുപോയി അവിടെ ഇട്ടാൽ ഉപകാരമായിരിക്കും എന്ന് ഇവൻ അവരോട് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ അതുകൊണ്ട് അവർക്കൊരു സന്തോഷമായി. 10 കൊല്ലത്തെ യുദ്ധം അവസാനിക്കുകയും ഗ്രീക്കുകാർ തോറ്റ് പുറകോട്ട് പോവുകയും ചെയ്യുമ്പോൾ അവർക്ക് വലിയ ആനന്ദമായിരുന്നു. യുദ്ധം അവസാനിച്ചല്ലോ എന്നുള്ള വലിയ സന്തോഷത്തിൽ അവർ ആനന്ദിക്കാനും നൃത്തം വയ്ക്കാനും ഉല്ലസിക്കാനും തുടങ്ങി. അങ്ങനെ തുടങ്ങിയ കൂട്ടത്തിൽ അവർ ചിലർ പറഞ്ഞു, ഈ കുതിരയെ നമുക്ക്, അവർ പറഞ്ഞല്ലേ അത്തേന ദേവിക്കുള്ള കാഴ്ചയാണെന്നല്ലേ പറഞ്ഞത്, നേർച്ചയാണെന്നല്ലേ, അത് നമുക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കാം എന്ന് പറഞ്ഞ് ട്രോയ് നഗരത്തിന്റെ വാതിലുകൾ തുറന്ന് ഈ ഭീമാകാരമായ കുതിരയെ അകത്തേക്ക് കൊണ്ടുപോയി. അകത്തുകൊണ്ട് വെച്ചുകൊണ്ട് അവര് യുദ്ധം വിജയിച്ച് ആഹ്ലാദത്തിൽ രാത്രി മുഴുവൻ ഉല്ലസിച്ചു. പാതിരാത്രി കഴിഞ്ഞപ്പോൾ അവർ കണ്ടില്ല. ഈ സിനോൺ എന്ന് പറയുന്നവൻ ആ കുതിരയുടെ വാതിൽ തുറന്ന് അതിനകത്ത് പടയാളികളെ പുറത്തിറക്കി. 30 പട്ടാളക്കാർ അതിനകത്തുണ്ടായിരുന്നു. മാത്രമല്ല, ഗ്രീക്ക് തീരത്തേക്ക് ട്രോയ് തീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ കപ്പലുകളെല്ലാം രാത്രി തിരിച്ചു വരികയായിരുന്നു. അവർ കണ്ടില്ല. ഈ ഇറങ്ങിയ പട്ടാളക്കാര്
നഗരത്തിൽ പ്രവേശിച്ച് നഗരത്തിന് വാ തുറന്നിട്ടുണ്ട്. അവർ നഗരത്തിനുള്ളിൽ പട്ടാളക്കാർ അപ്പോഴേക്കും ഗ്രീക്കുകാർ അകത്തേക്ക് കടന്നു. എല്ലാവരും അകത്ത് കടന്നിട്ട് ട്രോയ് നഗരത്തിൽ തീ വയ്ക്കുക ചെയ്തത്. അങ്ങനെയാണ് ട്രോയ് നഗരൻ അഗ്നിക്കിരയാക്കി നശിപ്പിച്ചത്. ഒരു നഗരത്തെ 10 കൊല്ലം ആക്രമിച്ചിട്ടും കീഴടക്കാൻ കഴിയാതിരുന്ന ഒരു നഗരത്തെ വഞ്ചനയിലൂടെ ഗ്രീക്കുകാര് ട്രോയ് നഗരത്തെ കത്തിച്ച് ചാമ്പലാക്കിയ കഥയാണ്. ആ കഥയുടെ പുറകിൽ നിൽക്കുന്നത് ഒറ്റ കാര്യമാണ്, തട്ടിപ്പാണ്. യുദ്ധത്തിന്റെ ഏറ്റവും വലിയ തന്ത്രമായി പിന്നീട് ലോകത്തിൽ അറിയപ്പെടുന്നത് തട്ടിപ്പാണ്. ഡിസീറ്റ്, വഞ്ചനയുടെ തട്ടിപ്പ്, നുണയും പറയുക. ഈ തട്ടിപ്പിലൂടെയാണ് ഈ നഗരത്തെ അതിന്റെ ഒരു സൂത്രധാരകനും ഒരു ഏജന്റുമായിരുന്നു പട്ടാളത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോയി എന്ന് പറയുന്ന സിനോൺ എന്ന് പറയുന്ന ആള്. അത് കാപട്യമാണ് ചെയ്തത്. കാപട്യം കൊണ്ടും കള്ളത്തരം കൊണ്ടുമാണ് ട്രോയ് നഗരത്തെ നശിപ്പിച്ചത്. അത് ഒരു നേർച്ചയായിട്ടാണ്, ഒരു മതപരമായ കർമാനുഷ്ഠാനത്തിന്റെ പേരിലാണ്, അതിന്റെ പേരിൽ ആവരണമിട്ടാണ് ഈ നാശവും ഈ ഭീകരമായ നഗരത്തിന്റെ കൊള്ളയിടിക്കലും നടന്നത് എന്നത് ചരിത്രത്തിലെ വളരെ തനിമയാർന്ന ഒരു സംഭവമാണ്. അത് എന്നോടും നിങ്ങളോടും പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ജയിച്ചു എന്ന് കരുതുമ്പോൾ എല്ലാത്തിനെയും പൂർണ്ണമായി വിശ്വസിക്കാനാകില്ല. ചിലപ്പോൾ തട്ടിപ്പും നമ്മൾക്കെതിരായി വിനിയോഗിച്ചേക്കാം. വഞ്ചനയുടെ തട്ടിപ്പിലൂടെയും യുദ്ധം ജയിക്കാൻ ആളുകൾ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ച ഒരു ഭീകരമായ ദുരന്തത്തിന്റെ കഥയാണ് ട്രോജൻ കുതിരയുടെ കാഴ്ച സമർപ്പണം എന്നതാണ്. ഈ കാഴ്ച സമർപ്പണം മതത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ടുണ്ടാക്കിയ അവിശുദ്ധമായ ഒരു തട്ടിപ്പായിരുന്നു അത്. ആ തട്ടിപ്പിലൂടെയാണ് പ്രസിദ്ധമായ ട്രോയ് നഗരത്തെ ഗ്രീക്കുകാർ അഗ്നിക്കിരയാക്കിയത്. അത് ചരിത്രത്തിൽ എന്നും ഏവർക്കും പാഠമാകേണ്ട ചരിത്രത്തിന്റെ വലിയ പാഠമായിട്ടാണ് ഹോമർ അവതരിപ്പിക്കുന്നത്.